ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. കഴിഞ്ഞ ഒരു മാസത്തോളമായി കൃത്യമായി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ധാരാളം പേരെനിക്ക് മെസ്സേജ് അയക്കുകയും എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ കൃത്യമായി റെസ്പോണ്ട് ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു. പലരും എനിക്ക് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിരുന്നു എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകളാണോ എന്നത്. എന്നാൽ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ആയിരുന്നില്ല. ഞാൻ മുൻപ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വൈഫ് നമ്മുടെ തന്നെ ഒരു എയ്ഡഡ് സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. 5 വർഷത്തോളമായി സാലറി ഇതുവരെയും അപ്രൂവ് ആയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് കുറെ സാമ്പത്തിക ബാധ്യതകളും 5 വർഷമായിട്ടും സാലറി അപ്രൂവ് ആകാത്തത് കൊണ്ടുണ്ടായ സാമ്പത്തിക ബാധ്യതകളുമൊക്കെയാണ്. കഴിഞ്ഞ ഒരു മാസത്തോളം ഞാൻ കുറച്ച് മാനസിക സമ്മർദ്ദത്തിലൊക്കെ ആയിരുന്നു. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഓർക്കുക. AEO ഓഫീസിൽ ആ ഫയൽ ഇങ്ങനെ പെൻഡിങ്ങിലാണ്. അദാലത്തിലൊക്കെ പങ്കെടുത്തു, മന്ത്രിയെ കണ്ടു. ഉടനെ ശരിയാകും എന്ന പ്രതീക്ഷയിലാണ്. DPIയിൽ നിന്ന് അപ്രൂവൽ ആയിട്ടുണ്ട് എന്നാണ് ഈ ദിവസങ്ങളിൽ അറിയാൻ കഴിയുന്നത്. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കുക. പുസ്തകത്തിന്റെ പ്രിന്റിങ്ങും അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ഉടൻ തന്നെ പുസ്തകവും അയക്കാൻ കഴിയും. വീണ്ടും നമ്മുടെ വീഡിയോസ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുടങ്ങിയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും നമ്മൾ റെഗുലറായിട്ട് തന്നെ ഈ ദിവസങ്ങളിൽ നടത്തുകയാണ്. ഇനിയും മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാൻ അവസരമുണ്ടായിരിക്കുന്നതാണ്. യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ഭാഗമാണ്. 2 ഭാഗമായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൽ 1-ാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1-ാമത്തെ ചോദ്യം, യോഹന്നാൻ അധ്യായം 5-ൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? 47 വാക്യങ്ങൾ. 2, യോഹന്നാൻ അധ്യായം 5-ലെ ആദ്യത്തെ തലക്കെട്ട് ബത്സേദയിലെ രോഗശാന്തി. 3, ആരുടെ തിരുനാളിനാണ് യേശു ജെറുസലേമിലേക്ക് പോയത്? യഹൂദരുടെ. 4, യഹൂദരുടെ എന്തിനു വേണ്ടിയാണ് യേശു ജെറുസലേമിലേക്ക് പോയത്? ഒരു തിരുനാളിന്. 5, യഹൂദരുടെ ഒരു തിരുനാളിന് യേശു എവിടേക്കാണ് പോയത്? ജെറുസലേമിലേക്ക്. 6, എവിടെയാണ് അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നത്? ജെറുസലേമിൽ. 7, ജെറുസലേമിൽ എവിടെയാണ് ഹെബ്രായ ഭാഷയിൽ ബത്സദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നത്? അജകവാടത്തിനടുത്ത്. 8, ബത്സദ എന്നത് ഏതു ഭാഷയിലെ പദമാണ്? ഹെബ്രായ ഭാഷയിലെ. 9, ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഉണ്ടായിരുന്ന കുളത്തിന്റെ പേര് ബത്സദ. 10, ബത്സദ കുളത്തിന് എത്ര മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു? 5. 11, 5 മണ്ഡപങ്ങൾ ഉണ്ടായിരുന്ന കുളം ഏത്? ബത്സദ. 12, ബത്സദ കുളത്തിന്റെ മണ്ഡപങ്ങളിൽ കിടന്നത് ആരെല്ലാം? കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ. 30, കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നത് എവിടെ? ബത്സദ കുളത്തിന്റെ മണ്ഡപങ്ങളിൽ. 14, എത്ര വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് യോഹന്നാൻ 5:5-ൽ പറയുന്നത്? 38. 15, 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ ഉണ്ടായിരുന്നത് എവിടെ? ബത്സദ കുളത്തിന് സമീപം. 16, അവൻ, ആ രോഗി, അവിടെ കുളത്തിന് സമീപം കിടക്കുന്നത് ആര് കണ്ടു? യേശു. 17, അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു എന്താണ് ചോദിച്ചത്? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? 18, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന യേശുവിന്റെ ചോദ്യത്തിന് 38 വർഷമായി രോഗിയായിരുന്നവൻ പറഞ്ഞ മറുപടി: കർത്താവെ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. 19, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ആരോട് ചോദിച്ചു? യേശു 38 വർഷമായി രോഗിയായിരുന്നവനോട്. 20, കർത്താവെ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞതാര്? 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ. 21, അവൻ പറഞ്ഞു, കർത്താവെ, എന്തിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല? വെള്ളമിളകുമ്പോൾ. 22, കർത്താവെ, വെള്ളമിളകുമ്പോൾ എന്നെ എവിടേക്ക് ഇറക്കാൻ ആരുമില്ല എന്നാണ് 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ പറയുന്നത്?
കുളത്തിലേക്ക് ഇറക്കാൻ. 23 എപ്പോൾ മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും എന്നാണ് 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ പറഞ്ഞത്. ഞാൻ എത്തുമ്പോഴേക്കും. 24 ഞാൻ എത്തുമ്പോഴേക്കും ആര് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും എന്നാണ് അവൻ പറഞ്ഞത്. മറ്റൊരുവൻ. 25 ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും എന്ന് അവൻ പറഞ്ഞപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. 26 എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് അവനോട് പറഞ്ഞതാര്? യേശു. 27 യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. തൽക്ഷണം എന്താണ് സംഭവിച്ചത്? അവൻ സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. 28 അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. തുടർന്ന് എന്താണ് പറയുന്നത്? അന്ന് സാബത്തായിരുന്നു. 29 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ സുഖം പ്രാപിച്ച ദിവസത്തിന്റെ പ്രത്യേകത എന്ത്? സാബത്ത്. 30 സുഖം പ്രാപിച്ച മനുഷ്യനോട് ഇന്നു സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞതാര്? യഹൂദർ. 31 ഇന്ന് എന്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് എന്നാണ് യഹൂദർ അവനോട് പറയുന്നത്? സാബത്താകയാൽ. 32 ഇന്ന് സാബത്താകയാൽ എന്ത് ചുമക്കുന്നത് നിഷിദ്ധമാണ്? കിടക്ക. 33 ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് എന്താണ് എന്നാണ് യഹൂദർ പറയുന്നത്? നിഷിദ്ധമാണ്. 34 ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ് എന്ന് യഹൂദർ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ മറുപടി എന്ത്? എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. 35 ആരാണ് അവനെ സുഖപ്പെടുത്തിയത്? യേശു. 36 എന്നെ എന്തു ചെയ്തവൻ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു? സുഖപ്പെടുത്തിയവൻ. 37 കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? ആരോട് ചോദിച്ചു? യഹൂദർ സൗഖ്യം പ്രാപിച്ച ആ മനുഷ്യനോട്. 38 യേശു എവിടെ മറഞ്ഞു കഴിഞ്ഞിരുന്നു എന്നാണ് യോഹന്നാൻ 5:13 പറയുന്നത്? ജനക്കൂട്ടത്തിൽ. 39 അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ മറഞ്ഞതാര്? യേശു. 40 തന്നെ സുഖപ്പെടുത്തിയത് ആരാണെന്ന് സൗഖ്യം പ്രാപിച്ചവൻ അറിയാതിരുന്നത് എന്തുകൊണ്ട്? യേശു ജനക്കൂട്ടത്തിൽ മറഞ്ഞതുകൊണ്ട്. 41 പിന്നീട് ആരാണ് ദേവാലയത്തിൽ വച്ച് അവനെ കണ്ടത്? യേശു. 42 പിന്നീട് യേശു എവിടെ വച്ചാണ് അവനെ കാണുന്നത്? ദേവാലയത്തിൽ. 43 പിന്നീട് ദേവാലയത്തിൽ വച്ച് അവനെ യേശു കണ്ടപ്പോൾ എന്താണ് പറയുന്നത്? ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. 44 കൂടുതൽ എന്ത് സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എന്നാണ് യേശു അവനോട് പറയുന്നത്? മോശമായതൊന്നും. 45 കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ എന്ത് ചെയ്യരുത് എന്നാണ് യേശു സൗഖ്യമായവനോട് പറഞ്ഞത്? പാപം. 46 കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞതിനെ തുടർന്ന് അവൻ എന്താണ് ചെയ്തത്? അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. 47 അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് ആരെയാണ് അറിയിച്ചത്? യഹൂദരെ. 48 സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ ആരാണ് യേശുവിനെ ദൂഷിച്ചത്? യഹൂദർ. 49 യഹൂദർ യേശുവിനെ ദൂഷിച്ചത് എന്തുകൊണ്ട്? സാബത്തിൽ രോഗസൗഖ്യം നൽകിയ ശേഷം അവനോട് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞതിനാൽ. 50 എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണെന്ന് യഹൂദരോട് പറഞ്ഞതാര്? യേശു. 51 യേശു എന്താണ് അവരോട്, യഹൂദരോട് പറഞ്ഞത്? എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്. 52 ആരാണ് ഇപ്പോഴും പ്രവർത്തന നിരതനാണെന്ന് യേശു അവരോട് പറഞ്ഞത്? എന്റെ പിതാവ്. 53 എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു എന്താണ് പറയുന്നത്? ഞാനും പ്രവർത്തിക്കുന്നു. 54 ഇതുമൂലം അവനെ വധിക്കാൻ കൂടുതലായി പരിശ്രമിച്ചതാര്? യഹൂദർ.
55 അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ആരെ തന്റെ പിതാവ് എന്ന് വിളിക്കുകയും ചെയ്തു, ദൈവത്തെ. 56 അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ ആരെന്ന് വിളിക്കുകയും ചെയ്തു, പിതാവെന്ന്. 57 യോഹന്നാൻ അധ്യായം 5 രണ്ടാമത്തെ തലക്കെട്ട്, പുത്രന്റെ അധികാരം. 58 എന്ത് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാണ് യേശു യഹൂദരോട് പറയുന്നത്, സത്യം സത്യമായി. 59 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് എന്താണ് യേശു പറയുന്നത്? 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലാണ്, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ധാരാളം വട്ടം ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ വാക്യഭാഗം കൂടി ഉണ്ടാകും, എങ്കിലേ നമുക്കതിന് കൃത്യമായി ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. 60-ാമത്തെ ചോദ്യം, ആര് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല, പിതാവ്. 61 പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ ആർക്ക് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല, പുത്രന്. 62 എന്നാൽ ആര് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു, പിതാവ് ചെയ്യുന്നതെല്ലാം. 63 എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ ചെയ്യുന്നതാര്, പുത്രൻ. 64 എന്തെന്നാൽ ആര് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു, പിതാവ്. 65 എന്തെന്നാൽ പിതാവ് ആരെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു, പുത്രനെ. 66 പിതാവ് പുത്രനെ എന്തു ചെയ്യുന്നു, സ്നേഹിക്കുന്നു. 67 നിങ്ങൾ എന്താകത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും എന്നാണ് യേശു പറയുന്നത്, വിസ്മയിക്കത്തക്ക വിധം. 68 നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ എന്ത് അവിടുന്ന് അവനെ കാണിക്കും, പ്രവൃത്തികളും. 69 നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും ആര് അവനെ കാണിക്കും എന്നാണ് പറയുന്നത്, അവിടുന്ന്, അതായത് പിതാവ്. 70 പിതാവ് ആരെയാണ് എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത്, മരിച്ചവരെ. 71 പിതാവ് മരിച്ചവരെ എന്തു ചെയ്ത് അവർക്ക് ജീവൻ നൽകുന്നു, എഴുന്നേൽപ്പിച്ച്. 72 പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ ആര് താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു, പുത്രനും. 73 പുത്രൻ ആർക്കാണ് ജീവൻ നൽകുന്നത്, താൻ ഇച്ഛിക്കുന്നവർക്ക്. 74 ആര് ആരെയും വിധിക്കുന്നില്ല, പിതാവ്. 75 പിതാവ് ആരെയും എന്തു ചെയ്യുന്നില്ല, വിധിക്കുന്നില്ല. 76 എന്തു മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു, വിധി. അതായത് പിതാവ് വിധി മുഴുവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. 77 വിധി മുഴുവനും പിതാവ് ആരെ ഏൽപ്പിച്ചിരിക്കുന്നു, പുത്രനെ. 78 പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണിത്, ഏത്, വിധി മുഴുവനും പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നത്. 79 വിധി മുഴുവനും പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്, പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിന്. 80 പിതാവിനെ ആദരിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്, പുത്രനെ ആദരിക്കാത്തവർ. 81 പുത്രനെ എന്തു ചെയ്യാത്തവർ ആരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല, ആദരിക്കാത്തവരാരും. 82 പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച ആരെയും ആദരിക്കുന്നില്ല, പിതാവിനെയും. 83 യോഹന്നാൻ 5:24 എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് യേശു പറയുന്നത് എന്ത് പറഞ്ഞതിനെ തുടർന്നാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യമാണ്. 84 ആർക്ക് നിത്യജീവനുണ്ട് എന്നാണ് യേശു പറയുന്നത്, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന്. 85 എന്റെ എന്ത് കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, വചനം. 86 എന്റെ വചനം കേൾക്കുകയും
എന്നെ അയച്ചവനെ എന്തു ചെയ്യുകയും ചെയ്യുന്നവനാണ് നിത്യജീവനുള്ളത്, വിശ്വസിക്കുകയും ചെയ്യുന്നവന്. 87 എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് എന്തുണ്ട് എന്നാണ് യേശു പറയുന്നത്? നിത്യജീവനുണ്ട്. 88 ആർക്ക് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന്. 89 എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് എന്തുണ്ടാകുന്നില്ല? ശിക്ഷാവിധി. 90 എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു? മരണത്തിൽ നിന്ന്. 91 എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ മരണത്തിൽ നിന്ന് എവിടേക്ക് കടന്നിരിക്കുന്നു? ജീവനിലേക്ക്. 92 യോഹന്നാൻ 5:25 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു എന്താണ് പറയുന്നത്? മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. 93 ആര് ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു എന്നാണ് യേശു പറയുന്നത്? മരിച്ചവർ. 94 മരിച്ചവർ ആരുടെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു? ദൈവപുത്രന്റെ. 95 മരിച്ചവർ ദൈവപുത്രന്റെ എന്ത് ശ്രവിക്കുന്ന സമയം വരുന്നു എന്നാണ് യേശു പറയുന്നത്? സ്വരം. 96 മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അല്ല ഡാഷ് യോഹന്നാൻ 5:25 പ്രകാരം പൂരിപ്പിക്കുക, വന്നു കഴിഞ്ഞു. 97 ആരുടെ സ്വരം ശ്രവിക്കുന്നവൻ ജീവിക്കും എന്നാണ് യേശു പറയുന്നത്? ദൈവപുത്രന്റെ സ്വരം. 98 ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്നവൻ എന്തു ചെയ്യും? ജീവിക്കും. 99 ആർക്ക് തന്നിൽ തന്നെ ജീവനുണ്ട്? പിതാവിന്. 100 പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ ആർക്ക് തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു? പുത്രന്. 101 പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകാൻ അവിടുന്ന് എന്തു നൽകിയിരിക്കുന്നു? വരം. 102 മനുഷ്യപുത്രനായതുകൊണ്ട് എന്തിനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു? വിധിക്കാനുള്ള. 103 മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള എന്ത് അവന് നൽകിയിരിക്കുന്നു? അധികാരവും. 104 എന്തിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട എന്നാണ് യേശു പറയുന്നത്? മനുഷ്യപുത്രന് വിധിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നതിൽ. 105 മനുഷ്യപുത്രന് വിധിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നതിൽ നിങ്ങൾ എന്തു ചെയ്യേണ്ട? വിസ്മയിക്കേണ്ട. 106 എവിടെയുള്ളവരെല്ലാം മനുഷ്യപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു എന്നാണ് പറയുന്നത്? കല്ലറകളിലുള്ളവരെല്ലാം. 107 കല്ലറകളിലുള്ളവരെല്ലാം എന്ത് ശ്രവിക്കുന്ന സമയം വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യപുത്രന്റെ സ്വരം. 108 കല്ലറകളിലുള്ളവരെല്ലാം ആരുടെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു? അവന്റെ, അതായത് മനുഷ്യപുത്രന്റെ. 109 എന്തു ചെയ്തവരാണ് ജീവന്റെ ഉയർപ്പിനായി പുറത്തു വരുന്നത്? നന്മ ചെയ്തവർ. 110 നന്മ ചെയ്തവർ എന്തിന്റെ ഉയർപ്പിനായാണ് പുറത്തു വരുന്നത്? ജീവന്റെ. 111 ശിക്ഷാവിധിയുടെ ഉയർപ്പിനായി പുറത്തു വരുന്നത് ആര്? തിന്മ ചെയ്തവർ. 112 തിന്മ ചെയ്തവർ എന്തിന്റെ ഉയർപ്പിനായാണ് പുറത്തു വരുന്നത്? ശിക്ഷാവിധിയുടെ. ഇങ്ങനെ 112 ചോദ്യങ്ങളാണ് യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. 2-ാം ഭാഗം നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. മറ്റന്നാൾ മുതൽ വീണ്ടും നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ ആരംഭിക്കുകയാണ്. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.